ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. അല്ലെങ്കിൽ വാഗ്ഭടാനന്ദൻ. ഈ നവോത്ഥാന നായകരൊക്കെ പറ്റി പഠിക്കാന്ന് പറഞ്ഞ തന്നെ ബുദ്ധിമുട്ടാ. വെറുതെ ഞാൻ ഈ PSC-ക്ക് ഇറങ്ങാത്തത്. ഇങ്ങനെ ചിന്തിക്കണമല്ലേ നിങ്ങള്? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചാലോ. ആത്മവിദ്യാസംഘം അല്ലേ? വാഗ്ഭടാനന്ദൻ, ആനന്ദൻ, ആനന്ദൻ തന്നെയല്ലേ ആത്മ, അല്ലെ? വാഗ്ഭടാനന്ദത്തിൽ തന്നെയല്ലേ ആത്മ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. അതുപോലെ തന്നെ വാഗ്ഭടാനന്ദന് ജനിച്ചത് 1885-ലാണ്. ഈ 1885-ലാണല്ലോ INC രൂപീകരിച്ചത്, അല്ലെ? ഈ INC രൂപീകരിച്ച സമയത്ത് തന്നെയല്ലോ അദ്ദേഹം ജനിച്ചത്. നമുക്കത് രാഷ്ട്രീയ പ്രവർത്തകരിലേക്കാണ് വരാം. കോഡാണ് കേട്ടോ. ഈ രാഷ്ട്രീയ പ്രവർത്തകർ എന്ത് ചെയ്യുന്നു? ഭയങ്കര വാഗ്വാദങ്ങളൊക്കെ നടത്തും, അല്ലെ? നമുക്ക് കുറെ ഓഫറുകളൊക്കെ തരും. അപ്പൊ അതും കിട്ടി. എന്താണ് അദ്ദേഹം ജനിച്ചത്? എന്താണ്? 1885-ലാണ്. വാക്കുകൾ തോരാത്ത വാക്കുകൾ അവിടെ വായിൽ നിന്ന് ഇങ്ങനെ വരും, അല്ലെ? അതേപോലെ തന്നെ അദ്ദേഹം ജനിച്ചത് പാട്യം ഗ്രാമത്തിലാണ്. എവിടെയാണ്? പാട്യം ഗ്രാമത്തിലാണ്. ഈ പാടത്തൊക്കെ വെച്ചിട്ടല്ലേ ഈ സമ്മേളനമൊക്കെ നടക്കാറുള്ളത്? ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനമൊക്കെ എവിടെ നടക്കാറ്? പാടത്ത് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ആരെ പറ്റിയാ പറഞ്ഞത്? വാഗ്ഭടാനന്ദനെ കുറിച്ച്. അദ്ദേഹം സ്ഥാപിച്ചത് എന്താണ്? ആത്മവിദ്യാസംഘം. അദ്ദേഹം ജനിച്ചത് എന്താണ്? 1885-ല്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? പാട്യം ഗ്രാമത്തില്. എന്താണ്? പാട്യം ഗ്രാമത്തില്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേരാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ. എന്താണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ. വയലിലൊക്കെ ആണല്ലോ, അല്ലെ? പാടം എന്ന് പറയാ, വയലൊക്കെ പറയാ. എന്തിന്? സമ്മേളനം നടത്തുന്നത്, അല്ലെ? അപ്പൊ വയലേരി കുഞ്ഞിക്കണ്ണനാണ്. അതുപോലെ തന്നെ അദ്ദേഹം കതർ ധരിച്ച വ്യക്തിയാണ്. എങ്ങനെയാണ്? കാവ്യ ഉപേക്ഷിച്ച് കതർ ധരിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വാഗ്ഭടാനന്ദൻ. അതും കിട്ടി രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്ന്, അല്ലെ? ഒരു കതറല്ലേ ധരിക്കാറുള്ളത്? അപ്പൊ കാവ്യ ഉപേക്ഷിച്ചിട്ട് കതർ ധരിച്ച നവോത്ഥാന നായകൻ ആരാണ്? നമ്മുടെ വാഗ്ഭടാനന്ദന്. അതുപോലെ തന്നെ വാഗ്ഭടാനന്ദന്റെ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നല്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ആരാണ് വാഗ്ഭടാനന്ദ പേര് കൊടുത്തത്? ബ്രഹ്മാനന്ദ ശിവയോഗി. അതിലുണ്ട് ആനന്ദ, ആത്മ, ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദൻ, ആനന്ദൻ, ബ്രഹ്മാനന്ദ, ആനന്ദ, ബ്രഹ്മാനന്ദ ശിവയോഗി. ആരാണ്? ബ്രഹ്മാനന്ദ. എല്ലാത്തിലും ഉണ്ട് ഒരു ആനന്ദ, അല്ലെ? വാഗ്ഭടാനന്ദൻ, ആനന്ദൻ, ആത്മവിദ്യാസംഘം, ബ്രഹ്മാനന്ദ, ആനന്ദ, അല്ലെ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 1917-ലാണ് കേട്ടോ വാഗ്ഭടാനന്ദന് ആത്മവിദ്യാസംഘം തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം കൂടുതൽ എവിടെയായിരുന്നു? മലബാറിലായിരുന്നു. ഇങ്ങനെ മലബാറിലായിരുന്നു. നമ്മുടെ ഈ മലബാറിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ്: ഉണരുവിൻ, അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോടെ എതിർപ്പിൻ എന്നത് അഭിനവ കേരളം മാസികയുടെ മുദ്രാവാക്യമായിരുന്നു. അദ്ദേഹം ഈ ആത്മവിദ്യാസംഘത്തിന് ഒരു മാസിക ഉണ്ടായിരുന്നു. ആ മാസികയുടെ പേരാണ് അഭിനവ കേരളം. എന്താണ്? അഭിനവ കേരളം. അതും കണക്ട് ചെയ്യാം. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ വീട്ടിലൊന്ന് വോട്ടിട്ടാൻ എന്തോ അഭിനയിക്കും, അല്ലെ? അഭിനവ കേരളം. എന്താണ്? വാഗ്ഭടാനന്ദന്റെ സംഘടനയായിട്ടുള്ള ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേരാണ് എന്ത്? അഭിനവ കേരളം. ഈ അഭിനവ കേരളത്തിൽ അദ്ദേഹം രചിച്ച കാര്യമാണിത്, മുദ്രാവാക്യാണിത്: ഉണരുവിൻ, അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്നത് അഭിനവ കേരളം മാസികയുടെ മുദ്രാവാക്യമായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലോ? കണക്ട് ചെയ്ത് പോവാട്ടോ. ഓക്കെ. സ്വതന്ത്ര ചിന്താമണി. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ചിട്ടുള്ളത്, അല്ലെ? സ്വതന്ത്ര ചിന്താമണി. അടുത്തത് മാനസ ചാബല്യം. അവർക്കിടക്ക് ഇങ്ങനെ ചാബല്യം വരും. അങ്ങോട്ട് ആ പാർട്ടിക്കാണോ ഈ പാർട്ടിക്കാണോ? അപ്പൊ മാനസ ചാബല്യം. എന്താണ്? മാനസ ചാബല്യം. മംഗള ശ്ലോകങ്ങള്. ഒരു മുദ്രാവാക്യം ഉയർത്താറില്ലേ? അതെ, മംഗള ശ്ലോകങ്ങള്. പ്രാർത്ഥനാഞ്ജലി. എന്താണ്? പ്രാർത്ഥനാഞ്ജലി. ദൈവമേ ഈ പാർട്ടി ജയിക്കണേ, അല്ലെ? പ്രാർത്ഥനാഞ്ജലി. അടുത്തത് ഈശ്വര വിചാരം. ചില ആളുകൾക്കൊക്കെ ഈശ്വര വിചാരം ഉണ്ടാവാറുണ്ട്, അല്ലെ? അപ്പൊ ഈശ്വര വിചാരം. അടുത്തത് ആത്മവിദ്യ. എന്താണ്? ആത്മവിദ്യാസംഘം എഴുതിയത് ആരാ? വാഗ്ഭടാനന്ദൻ. അതുകൊണ്ട് വാഗ്ഭടാനന്ദന്റെ ഒരു പുസ്തകമാണ് എന്ത്? ആത്മവിദ്യ. എന്താണ്? ആത്മവിദ്യ. മറക്കുവോ? ഒന്നുകൂടി പറയാം, അല്ലെ? സ്വതന്ത്ര ചിന്താമണി. എന്താണ്? സ്വതന്ത്രത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പാർട്ടിക്കാര് പ്രവർത്തിക്കുന്നത്. അടുത്തത് മാനസ ചാബല്യം. അവർക്ക് ഇങ്ങനെ ചാബല്യൊക്കെ വരും, ഇങ്ങോട്ട് ചാടണോ അങ്ങോട്ട് ചാടണോ. മാനസ ചാബല്യം. മംഗള ശ്ലോകങ്ങൾ. എന്താണ്? മുദ്രാവാക്യം ഉയർത്താറുണ്ട്. പ്രാർത്ഥനാഞ്ജലി. പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടാവും, അല്ലെ? ഈശ്വര വിചാരം. ചില ആളുകൾക്ക് ഈശ്വര വിചാരമൊക്കെ ഉണ്ടാവാറുണ്ട്. ആത്മവിദ്യ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും എന്ത് ചെയ്യുക? നല്ലോണം പഠിക്കുക, കേട്ട പാടെ പഠിക്കുക. അല്ലാതെ ഇനി നാളെ പഠിക്കാം, വൈകുന്നേരം പഠിക്കാൻ, എഴുതി വെക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് പോകരുത്. അതന്നെ പഠിച്ചു പോവുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാനോ കോൺടാക്ട് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.